ഈ സമയത്തൊക്കെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, സണ്ണി ഡേ ആയിരുന്നു. ചീയപ്പാറ വാട്ടർഫോൾസ് എത്തി. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ വിസിറ്റേഴ്സൊക്കെ കുറവാണ്, എന്നാലും ആൾക്കാരുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ചീയപ്പാറയിൽ എല്ലാവരും നിർത്തുന്നുമുണ്ട്. ഇതൊക്കെ അധികം നേരം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാൻ പറ്റിയിട്ടില്ല. ഈ വഴി വരുമ്പോഴൊക്കെ ഇവിടുത്തെ പൈനാപ്പിൾ എന്തായാലും ഞങ്ങൾ മേടിക്കാറുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു. ഇന്നത്തെ പോലെ നല്ല മധുരം ഉണ്ടായിരുന്നു പൈനാപ്പിൾ. അവരുണ്ടാക്കുന്ന പൈനാപ്പിളാണ്, നല്ല മധുരമാണ്.
വട്ടവട എത്തി. വട്ടവടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എഴുതി കൊടുക്കണമല്ലോ. അത് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വട്ടവടയ്ക്കാണ് പോകുന്നത്. ഇത് പാമ്പാടിച്ചോല നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഇതുവരെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. ആ തിക്ക് ഫോറസ്റ്റിൽ വീഡിയോ ഇത്ര കിലോമീറ്റർ പാടില്ല എന്നവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാറ് നിർത്താനൊന്നും പാടില്ല. ഞങ്ങളവിടെ നിന്ന് നിർത്തിയിട്ടില്ല, നേരെ വട്ടവടയ്ക്ക് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് വട്ടവട റീച്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അന്ന് ഇടുക്കിയിൽ കാൽവരി മൗണ്ട്, അതുപോലെ കാന്തല്ലൂർ മറയൂർ റൂട്ട് പോയി, ഹൈഡൽ പാർക്കിൽ പോയി. അങ്ങനെ ഞങ്ങളൊരു ഡേ സ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആദ്യം വട്ടവട തന്നെ തീരുമാനിച്ചത്. വട്ടവടയിൽ റെഡ് മിസ്റ്റ് ഗാർഡൻ നല്ല ഫേമസ് ആണ്. ഒരുവിധം യൂട്യൂബേഴ്സൊക്കെ അവിടെ പോയി വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്ട്രോബെറി തോട്ടം കാണാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വട്ടവട ഈ ഗ്രാമം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പച്ചക്കറി കൃഷി കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഗ്രാമമല്ലേ വട്ടവട. കാബേജ്, ക്യാരറ്റ്, സ്ട്രോബെറി ഇതെല്ലാം അവിടുത്തെ മെയിൻ കൃഷികളാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ആ ഗാർഡനിലേക്ക് കുറച്ച് ഇറങ്ങി പോകാണ്ടായിരുന്നു. നല്ല കുത്തനെയുള്ള ഇറക്കമായിരുന്നു, കാറ് പോകുന്ന ഇറക്കം. മഴയൊക്കെ കാരണം സ്ട്രോബെറി ഒന്നും വാടിയിട്ടുണ്ടായിരുന്നു. അവരതിനടുത്ത് തന്നെയായിട്ട് അടുത്ത വിളവ് കൂടി ഇറക്കിയിട്ടുണ്ട്. അത് 2 മാസത്തിന് പാകമാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഡിസംബർ, നവംബർ ആ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ട്രോബെറി കാണാനും മേടിച്ചുണ്ടാകാനൊക്കെ പറ്റും. ഈ കാണുന്ന മലയുടെ അപ്പുറത്താണ് കൊടൈക്കനാൽ. പണ്ട് അവിടേക്ക് ഒരു ചെറിയ റോഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ബ്ലോക്ക്ഡ് ആണ്. അവിടുത്തെ 2 പിള്ളേർ നമുക്ക് ഇതെല്ലാം പൊട്ടിച്ച് തന്നു. ഉണ്ടോ? മഴയൊക്കെ പെയ്ത കാരണം അത്യാവശ്യം നശിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കാബേജ് കൃഷി, കാബേജൊക്കെ ഒരുവിധം വിളവെടുത്തു. അതിന് ശേഷമുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കരിമ്പുണ്ടായിരുന്നു. കരിമ്പ് ഞങ്ങൾ മേടിക്കുകയും ചെയ്തു. അവിടെ നിന്ന് നല്ല മധുരമുള്ള കരിമ്പായിരുന്നു. ചെറുതായിട്ടൊരു ഉറപ്പ് തോന്നി, എന്നാലും നല്ല മധുരമുള്ള കരിമ്പായിരുന്നു. അത് നമുക്ക് വേണ്ടി കരിമ്പ് വെട്ടാൻ വേണ്ടി പോവാണ്. പിന്നെ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവിടെ കുറേ നേരം ഇരുന്നു. അവിടെ നിന്നൊരു അസാധ്യ വ്യൂ ആണ്. ഇത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റി അവിടെ പോയിട്ട്. ഇതൊക്കെ ഇവിടെ നല്ലോണം ഉണ്ടാവും വട്ടവടയിൽ. നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിന്ന് വട്ടവടയിൽ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പൂ പൊടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വട്ടവടയിലേക്ക് ഇനിയും ഒരുപാട് തവണ വരണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പോകുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങൾ സ്ട്രോബെറിയൊക്കെ വിളവെടുക്കുന്ന അല്ലെങ്കിൽ പാകമാകുന്ന സമയമാണ്. അപ്പോൾ അന്ന് തീർച്ചയായും വരണം. ഒരുപാട് മൃഗങ്ങളുള്ള ഏരിയയാണ്. നിങ്ങൾ പോണ വഴിക്ക് കാട്ടുപോത്തിനെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഹിൽ സ്റ്റേഷനിലേക്കായിരുന്നു. ഹിൽ സ്റ്റേഷനൊന്നും ആൾക്കാരില്ലാതെ ഭയങ്കരമായിട്ട് വരണ്ട് കിടക്കണ പോലെ തോന്നി. ഈ കടകളൊക്കെ എന്തോരം കടകളാണ് അതുപോലെ അടച്ചിട്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതമാർഗമാണ്. പക്ഷേ ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ
അവിടെ ഈ ഒരു ചേച്ചി മാത്രം കട തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മേടിക്കാൻ ആൾക്കാരും വരുന്നില്ലല്ലോ, ഉണ്ട് കച്ചവടം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ഞാൻ വേറൊരു ഉദ്ദേശത്തിലാണ് വന്നത്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഹിൽ സ്റ്റേഷനിലേക്ക് വന്നത്. ടൂറിസ്റ്റുകളൊന്നും അല്ലാത്ത മൂന്നാർ കാണാൻ ഇച്ചിരി ബോറിംഗ് ആണ്. എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം നന്നായിട്ട്. നേച്ചർ എൻജോയ് ചെയ്യാൻ അധികം ആൾക്കാർ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കധികം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ക്രൗഡഡ് അല്ല, പക്ഷെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. അത്രയും ആൾക്കാരുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു മൂന്നാറത്തെ ടോപ്പ് സ്റ്റേഷനൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ ഇതിൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്നവരൊക്കെ ഇപ്പോൾ തേയിലയുടെ പണിക്ക് പോകുന്നതാണ് അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം വേണം ജീവിക്കാൻ. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളില്ല, അതുകൊണ്ട് അവരങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. കണ്ടോ, ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന ടോപ്പ് സ്റ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ കാണുന്നത് തേനിയാണ്, തേനി ഭാഗമാണ് അത്. അങ്ങനെ നമുക്ക് ഇവിടെ വന്നാൽ തമിഴ്നാടിൻ്റെ ബോർഡറും കാണാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇക്കാക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. അത് ഇവിടെ വെച്ച് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒത്തിരി പണിയെടുത്തുണ്ടാക്കുന്ന അതിലും ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ നമുക്ക് കൊടുക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫീലിംഗ് ആണ്. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വട്ടം മൂന്നാർ പോയപ്പോൾ ഇടുക്കി വെച്ചെടുത്ത ഫോട്ടോയാണ്. അതുപോലെ ഞങ്ങൾ പല പല ഭാഗത്തും ഇതുപോലെ ടൂർ പോയതും അതുപോലെ അങ്ങനത്തെ കുറേ യാത്രകളുടെ മെമ്മറിയും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തൊരു എക്സ്പ്ലോഷൻ ബോക്സ് ആയിരുന്നു അത്. കാക്ക് ഇഷ്ടമായി വിചാരിക്കണം. മോൻ്റെ ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ ഒരു ഓർമ്മയാണ് നമുക്ക്, ഇതുപോലത്തെ ഗിഫ്റ്റ്, ഇതുപോലത്തെ ഫോട്ടോസ് പണ്ടത്തെ. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ. അതുപോലെ ഒരു ചോക്ലേറ്റ് ബൊക്കെ ഡയറി മിൽക്ക് വെച്ചുണ്ടാക്കിയതാണ്. അത് അടിച്ചു കൊടുത്തപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഒന്നും കൂടിയും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാർ യാത്ര നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം. വല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലാരിറ്റിയിൽ വീഡിയോ എടുത്തൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫോണിൽ പകർത്തിയത് നിങ്ങൾക്ക് കാണിച്ചു തന്നെന്ന് മാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. അതിൽ കൂടെ നമ്മളുടെ റെസിപ്പി വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എന്നാൽ അമർത്തുക.